നമ്മളിടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് എല്ലാവർക്കും സഹോദരങ്ങളുള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. എന്നാലും നമുക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഇത് കൂടുതൽ കണക്റ്റ് ആവും ഈ സിനിമ കാണുമ്പോൾ. കാര്യം എല്ലാവർക്കും ഒരു സിബ്ലിങ്സ് ഒക്കെ ഉള്ളതല്ലേ. നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ നമ്മളിപ്പം സഹോദരങ്ങൾ മാത്രമല്ല, അച്ഛന്മാരായാലും ഇപ്പം ഏതൊരു നാട്ടുകാരായാലും എല്ലാം നമുക്ക് ഒരു കണക്ഷൻ വരുന്ന രീതിയിൽ പോകണം. വാഴ 2 ടീം നമ്മുടെ കൂടെ, ഡയറക്ടർ ആൻഡ് ടീംസ്. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖം. ഇന്റർവ്യൂസ് കൊടുത്ത് നിങ്ങൾ ക്ഷീണിച്ചു? രണ്ടാമത്തെ പടമല്ലേ അല്ലേ? നിങ്ങൾ കണ്ടന്റ് ചെയ്ത് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഇപ്പൊ വാഴയിൽ വന്നു, ഇനി ഇപ്പൊ നിങ്ങൾ ആക്ടേഴ്സ് ആയി മാറിയതിന് ശേഷം എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ ലൈഫിൽ? വേറൊരു പുതിയൊരു ഓഡിയൻസിനെ കിട്ടിയ നമുക്ക്. വീട്ടിലൊക്കെ ഉള്ള അമ്മമാരും അങ്ങനെ കുറച്ച് സിനിമ മാത്രം കാണുന്ന കുറച്ച് ആൾക്കാരും സിനിമയിലൂടെ കുറച്ച് അങ്ങനെ ആൾക്കാർ നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ ആ സിനിമയിൽ അഭിനയിച്ചല്ലേ എന്നും കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനത്തെ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ കിട്ടി. അല്ലാതെ നമ്മൾ നോർമലി റീൽ ചെയ്ത് തുടങ്ങിയപ്പോഴേ ആൾക്കാർ ആ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ നമുക്ക് അതിലൂടെ വന്നുകൊണ്ട് പെട്ടെന്ന് ഇതിൽ ഒരു ചേഞ്ച് കിട്ടിയില്ല. നിങ്ങൾക്ക് ആ ഒരു ആൾക്കാർക്ക് അറിയാം നിങ്ങളെന്നുള്ളൊരു സാധനം അല്ലേ, അത് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? അതെ, അതായത് നമുക്ക് ആ റീല് കാണുമ്പോഴേ ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർക്ക് അറിയാം. അതായത് ജസ്റ്റ് ഇങ്ങനെ വന്ന് പോകുന്നതുകൊണ്ട് അങ്ങനെ അറിയാം, നമുക്ക് പുറത്തിറങ്ങുന്നതുകൊണ്ട്. അത് പുറത്തങ്ങനെ ഒരു വേദിയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല എങ്ങനെയാണെന്ന്. എന്നിട്ട് വേദി വന്നപ്പോൾ അത് കാണിച്ചാണ്. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടും സംസാരിക്കുന്നത് വിനായകാണോ? അല്ലല്ല, സംസാരിക്കും അല്ലേ? ഓക്കെ. ഇത് ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് ആണ്. മറ്റേത് ബോയ്സ് ആയിരുന്നു, ഇത് ബ്രോസ് ആണ്. ഇത് സിബ്ലിങ്സ് ആയിരിക്കും. സിബ്ലിങ്സിന്റെ കഥയാണല്ലോ സ്വാഭാവികമായിട്ടും അല്ലേ? ആ വാനില ചെടി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വാഴ 1 ആ പാട്ടിലൂടെ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കണക്ട് ആവുകയൊക്കെ ചെയ്തിരുന്നു. ഇതിലെ ഈ സിബ്ലിങ്സിന്റെ ബ്രദേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താ? അതായത് അത് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാനും പറ്റത്തില്ല, പടത്തിനെ ബാധിക്കുന്നതുകൊണ്ട്. എന്നാലും നിങ്ങളുടെ നമ്മളിടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് എല്ലാവർക്കും സഹോദരങ്ങളുള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. എന്നാലും നമുക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഇത് കൂടുതൽ കണക്റ്റ് ആവും ഈ സിനിമ കാണുമ്പോൾ. കാര്യം എല്ലാവർക്കും ഒരു സിബ്ലിങ്സ് ഒക്കെ ഉള്ളതല്ലേ. അതെ, അപ്പം നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ കണക്റ്റ് ആവും നമുക്ക്. അതെ, ഒരു കണക്ഷനുള്ള പടമാണ്. റിലേറ്റബിൾ ആയിട്ടുള്ള എല്ലാ നമ്മളിപ്പം സഹോദരങ്ങൾ മാത്രമല്ല, അച്ഛന്മാരായാലും ഇപ്പം ഏതൊരു നാട്ടുകാരായാലും എല്ലാം നമുക്ക് ഒരു കണക്ഷൻ വരുന്ന രീതിയിൽ പോകണം. ഇവിടെ എന്താ നിങ്ങൾ തമ്മിൽ എന്താ നടക്കണേ? ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, ബ്രദർലി സ്നേഹം. ഓക്കെ, സ്നേഹത്തിന് തെറ്റൊന്നുമില്ല. സബിൻസ ഡയറക്ടർ. വിപിൻ ദാസ് പറയായിരുന്നു, നിങ്ങളുടെ റൈറ്ററും പ്രൊഡ്യൂസറും കുറേ നാളുകളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ സബിൻ ആവുന്നുണ്ടായിരുന്നില്ല എന്ന്. വാഴ 2 ഇൻഡിപെൻഡൻ്റ് ആകാം എന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു ധൈര്യം എപ്പോഴായിരുന്നു? എന്നോട് ചോദിച്ചപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങിയ ടൈമായിരുന്നു. അങ്ങനെ ഒരു ടൈമിലാണ് വന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഒരു പടം പരിപാടി കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ ആ ഡയറക്ടറെന്ന് ചോദിച്ച് എന്താ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ റെഡി ചേട്ടാ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര സീരിയസ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലൊന്നും ആലോചിച്ചില്ല. അത് കഴിഞ്ഞാണ് ഇതിലേക്ക് എത്തിയത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ടീമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? ഉള്ള അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ ആദ്യം പോലെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരിങ്ങനെ അന്ന് ഇവർ നായകന്മാരായിട്ട് വന്നപ്പോൾ അത് കൂടുതൽ സന്തോഷം. ഈ പെർഫോമൻസ് കൊണ്ട് നിങ്ങൾ ഞെട്ടിച്ചു എന്നാണ് നിങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അതിനപ്പുറം നിങ്ങൾ മീൻസ് അവർ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടി. അങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു എന്ന് പറഞ്ഞു. ട്രെയിലർ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്തും കുറേ ഇമോഷണൽ, കുറേ ഡ്രമാറ്റിക് സാധനങ്ങളുണ്ട്. നിങ്ങളുടെ ഈ മൂഡൊന്നുമല്ല, വേറൊരു നിങ്ങളുടെ ആക്ടേഴ്സിനെ കാണിച്ചു തരുന്നത് ട്രെയിലറിൽ തന്നെയുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ മൊമെന്റ്സ് ഉണ്ടല്ലോ, ഇത്തരം ഇമോഷണൽ സീനുകളിലേക്ക് എത്തുക, അത് അഭിനയിക്കുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറ. വിനായകൻ എന്താ സംസാരിക്കും? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ആദ്യമേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതുവരെ ചെയ്തിട്ടില്ല, എങ്ങനെ എത്തും എന്നൊരിതുണ്ടായിരുന്നു. പിന്നെ കൂടെ തന്നെ സംവിധായകം ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു തരുകയും ഈ ഒരു രീതിയിൽ നോക്ക്, അല്ലെങ്കിൽ നിന്റെ രീതിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി തന്നെ വന്ന് പറഞ്ഞു തരുകയും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് പ്രൊഡ്യൂസേഴ്സ് ഇപ്പം കണ്ടവരങ്ങനെ പറയുന്നെങ്കിൽ ഭയങ്കര അംഗീകാരമാണ്. അതായത് നമ്മൾ കറക്റ്റ് പ്രോപ്പർ കണ്ടിട്ടില്ല, സിനിമ ഫുൾ ഇല്ല, എല്ലാം കഴിഞ്ഞിട്ടേ ഡയറക്ടർ കാണിക്കുള്ളൂ. അതെ, തിയേറ്ററിൽ കാണാൻ വേണ്ടി ഇരിക്കണോ? അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന് മുന്നേ സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണാതിരിക്കാൻ. ഇതുവരെ എന്തായാലും കാണാതിരിക്കാണ് നോക്കുന്നത്. അതെ, പിന്നെ
മെയിനായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഭിപ്രായം വരുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മെയിനായിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ പടം ചെയ്തത് അവരഭിപ്രായം പറയട്ടെ. അപ്പം അതാണ് നമ്മൾ ഫൈനൽ. യെസ്. അലി സാധാരണ എല്ലായിടത്തും ഒരുപാട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല ഒന്നും ചോദിച്ചില്ല. എല്ലാവർക്കും ഉത്തരം പറയാതെ അതെ, അവസരങ്ങൾ വരുമ്പോൾ സംസാരിക്കാം. ആണല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ പറ, ഇതിൽ ക്യാരക്ടറും അതിൻ്റെ ഒരു പ്രത്യേകത അധികം നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും. നല്ല രസമുള്ളതായിരുന്നു. അതായത് ആദ്യത്തെ വാഴ വെച്ച് നോക്കുമ്പോൾ നമ്മളങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. അപ്പം അതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഒരുപാട് ചെയ്യാനുണ്ട്. ഇമോഷൻസ് ആയാലും കോമഡി ആയാലും. അപ്പോൾ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. രണ്ടാമത്തെ പടമാണെങ്കിൽ പോലും ഐ മീൻ ആദ്യം ചെയ്ത പോലെ അല്ലല്ലോ. പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ടു എവരിവൺ. താങ്ക് യു. സിനിമ ഇഷ്ടപ്പെട്ടു, അഭിനയം? എനിക്ക് അഭിനയം ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരു സാധനം പറഞ്ഞു തന്നാൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ആണ്. നിങ്ങൾ കണ്ടന്റ് ചെയ്യുമ്പോഴേ ഒന്ന് ലീഡ് ചെയ്യുന്ന ആരാ പൊതുവേ? ലീഡ് ചെയ്യുന്ന അവനായിരിക്കും കൂടുതലാണ്. കാര്യം ആദ്യമേ ചെയ്തു തുടങ്ങിയത് ആശിറല്ലേ. അപ്പം അവനിലൂടെയാണ് ആദ്യം പോയത്. പിന്നെയാണ് ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ട് വന്നത്. അങ്ങനെ പോയി. ഹാഷിറിൻ്റെ 2 വർഷം മുമ്പുള്ള നിങ്ങളുടെ ടീമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ താഴെ ഹാഷിറിൻ്റെ കമൻറ്റ് ഞാൻ കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ലായിരിക്കും, ഞങ്ങളിങ്ങനെ കണ്ടന്റ് ചെയ്യുന്നവരാണ്, പക്ഷെ പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും എത്തുമായിരിക്കും എന്ന്. അന്ന് ഇതൊക്കെ ചെയ്തു തുടങ്ങുമ്പം ഇത്ര ഒരു ആക്സെപ്റ്റൻസ് അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരിക്കലും അത് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച് തുടങ്ങിയല്ല. അതായത് നമ്മളിപ്പോൾ ഈ 4 പേര് കൂട്ടത്തിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നു. അത് പിന്നെ ഈ പുറത്ത് ആൾക്കാർ കണ്ടു തുടങ്ങി, ഓഡിയൻസ് ഒക്കെ വന്നു തുടങ്ങി, മാറി തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് പിന്നെ നമുക്കുണ്ടായത്. അതാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പിന്നുള്ള വീഡിയോസിൽ നമ്മൾ പറയാറില്ല. ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ഈ പലതരം ഓഡിയൻസ് അതിലേക്ക് എത്തി. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റ് വരെ ചീത്ത വിളിച്ച് ഇടാറുണ്ടായിരുന്നു. വായി തോന്നി ഇടാറുണ്ട്, കൂട്ടുകാർക്കിടയിൽ മാത്രമേ ഉണ്ട്. പിന്നെ ആൾക്കാരെ അറിയുന്നുണ്ട്, പിന്നെ നമ്മളത് അതൊരു ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, എന്നാലും അതങ്ങനെ ചെയ്ത് അത് ഇൻഫ്ലുവൻസ് ആവും അറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ പല കാര്യങ്ങളും വീഡിയോ പോലും. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ മാറ്റമൊന്നുമില്ല കേട്ടോ. റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ അന്നത്തെ കണക്കാണ് നിന്ന നമ്മളൊരു കംഫർട്ട് സോണിൽ എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ഒരു പൊതു സ്ഥലത്ത് പോകുമ്പോഴും അല്ല ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഇത്ര ആൾക്കാരുടെ ഇടയിൽ പോവുകയാണെന്ന് അറിയുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. നിങ്ങളല്ലാതെ ഫ്രണ്ട് സർക്കിൾ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലേ. നമുക്ക് 4 പേർക്ക് മ്യൂച്വലി ഉണ്ട്, ഞങ്ങളെ ഗാങ്ങിൽ തന്നെ വേറെ ആൾക്കാരുണ്ട്, ഇൻഡിവിജ്വലി ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. അതെ, നമ്മൾ 4 മാത്രമല്ല, നമ്മൾ 4 മാറി അങ്ങോട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഇപ്പം നിങ്ങളുടെ കണ്ടന്റ് ഫ്രണ്ട്സ് സർക്കിൾ ചിലപ്പം അവർക്ക് എന്ത് വേണേലും പറയാലോ, ഏറ്റവും മോശമായി മീൻസ് ക്രിട്ടിസൈസ് ചെയ്യുന്നൊക്കെ അവരായിരിക്കും. അതൊക്കെ നിങ്ങൾ കേൾക്കാറും എടുക്കാറൊക്കെ ഉണ്ടോ? അതെ, നല്ലതല്ലേ ക്രിട്ടിസൈസ് അല്ലേ? പറഞ്ഞു ഉണ്ട് അങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെ കേട്ടിട്ട് ചിലപ്പം നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അവന്മാർ ചിലപ്പോൾ ചിന്തിക്കും. അപ്പം നമ്മൾ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി ചെയ്യാൻ ഒരവസരം കിട്ടില്ല. അപ്പം അത് കേൾക്കാറുണ്ട്. ഇല്ല പറഞ്ഞു. അല്ല, ഒരു തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് നല്ലതല്ല. അപ്പൊ നമുക്ക് നമ്മളെ മിസ്റ്റേക്സ് കുറച്ചുകൂടെ മനസ്സിലാവാൻ പറ്റുമല്ലോ. അത് കൂടുതലും അത്ര അടുത്തുള്ള കൂട്ടുകാരന്മാരെ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ അങ്ങനെ അത് ആ പറയുന്ന എല്ലാം തമാശ രീതിയിലാണെന്നുള്ള രീതി പോണോണ്ട് പിന്നെ അവർക്ക് അങ്ങനെ അഭിപ്രായങ്ങൾ പറയാനും വന്നിട്ടില്ല. കാര്യം അവരും അതങ്ങ് തമാശക്ക് ചിരിച്ച് കാര്യം. അതായത് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ സൊസൈറ്റിയുടെ ഒരു കാര്യം എടുത്ത് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന വർഗം പറയുന്ന, ഇന്ന ഇത് പറയുന്ന, അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. നോർമലി കൂട്ടർക്കിടയിൽ കുറച്ച് ചിലപ്പോൾ അവൻ്റെ വായിന്ന് തെറ്റി വീഴാം, വീഴാം. അപ്പം ആ രീതിയിലൊക്കെ പോണോണ്ട് പിന്നെ അത്ര അഭിപ്രായങ്ങളും അങ്ങനെ ഇല്ല. പിന്നെ അവരും അത് അവരിടയിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര സന്തോഷത്തോടെ കൂടുതൽ നമ്മളെ വിജയങ്ങളിൽ കൂടെ നിൽക്കുന്ന സന്തോഷിക്കുന്ന കൂട്ടുകാരാണ്. ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ അവരാണ്. അപ്പം നമ്മളൊരു പോസ്റ്റർ ഇറങ്ങിയപ്പോഴും നമ്മളൊരു വീഡിയോ ഇറങ്ങിയാലും നമ്മളെ കൂട്ടുകാർ അത് ഇപ്പം നമ്മളെ കൂടെ പഠിച്ച പണ്ടോട്ടേ ഉള്ള കൂട്ടുകാർ ഇപ്പോഴും കമന്റ് ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അത് വീഡിയോ കണ്ടിട്ടാണ് അവർ ഇട്ടാൽ തന്നെ അപ്പോഴേ കമന്റ് ഇടും. അത്ര സപ്പോർട്ടായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് 3 സെക്കൻഡ് ആകുമ്പോഴേ ചിരിച്ചു തുടങ്ങും. അപ്പം എനിക്ക് മനസ്സിലായി അത് നമ്മളെ കൂട്ടുകാരെ കണ്ടോ, അല്ലാതെ ഓഡിയൻസ് അത് കണ്ടാണ് ചെയ്യുന്നത്. അല്ല ഇവിടെ നിന്ന് മാറ്റിയിരുത്തണം തോന്നുന്നു. ഇനി അവിടെ കിടന്ന് മിണ്ടരുത്. അതെ, ആള് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലായോണ്ടാണ് ആള് ഇത്രയും സംസാരിക്കാതെ. അത് മനസ്സിലായി. ആളിപ്പോ ഒരു ഡയറക്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ ആള് അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. പിന്നെ നമ്മളെ 4 പേര് എടുക്കുകയാണെങ്കിൽ നമ്മളെ 4 പേർക്ക് എന്തൊക്കെയാണ് കുറവുകൾ, എന്തൊക്കെയാണ് നല്ലത്, ഏതൊക്കെ സാഹചര്യങ്ങൾ ഇവരുടെ അടുത്ത് സംസാരിക്കണം, എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഓഡിയൻസ് ഇപ്പം ഷൂട്ട് നടക്കുമ്പം ആൾക്കാരുടെ ഇടയിൽ ഇവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അതൊക്കെ കറക്റ്റ് ആൾക്കറിയാം. ഇപ്പൊ എൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയല്ല ഇവൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയല്ല അവൻ്റെ അടുത്ത് നിൽക്കുന്ന.
നമ്മളെ നിങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതെ ആ രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. ഇപ്പം ഒരു കാര്യം ഇപ്പൊ എന്റെ അടുത്ത് ചിലപ്പം പറയാത്തൊരു കാര്യം ചിലപ്പോൾ ഇവന്റെ അടുത്ത് പറയുമായിരിക്കും, ചിലപ്പോൾ എന്റെ അടുത്ത് വേറെ രീതിയിലായിരിക്കും പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്ന ആ രീതി ആള് പറഞ്ഞ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മള് കാര്യം എന്ന് വെച്ചാൽ ആളത് പറഞ്ഞു തരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിത് പുതിയതായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പുതിയ പുതിയ അറിവുകളാണ്. ഫുഡ് കൊണ്ടുവരുന്നത്, ഫുഡ് അവിടെയാണ്. അത് കാര്യം എന്ന് വെച്ചാൽ ഇത്ര ചിന്തിച്ചാൽ മതി. നോർമലായിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ചില ആൾക്കാർ സിനിമയിൽ വന്ന് ചെയ്ത എന്തൊക്കെയാണ് അവർക്ക് പുതിയത്, നമുക്കെല്ലാം പുതിയതാണ്. നമുക്ക് ഒരുവിധം ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ആൾക്കാർ, ഏതൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കിയത് ഈ സിനിമയിലൂടെ. അത് കുറച്ച് അറിവായിട്ടുള്ളൂ, ഇനി അറിയാനുണ്ട്. ഇപ്പൊ നാളെ ഇപ്പൊ നമ്മൾ സിനിമയിൽ പോയാലും എനിക്ക് ചില കാര്യങ്ങൾ അറിയില്ലായിരിക്കും. എനിക്കത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ എൻ്റെ രീതിയിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആള് അതിനെല്ലാം കൂടെ നിൽക്കുകയും പറയുകയും. ഇത് പറഞ്ഞപ്പോൾ വിപിൻ ചേട്ടൻ പറയായിരുന്നു, ഇപ്പം പല സീനും തലേന്ന് ഒക്കെ എഴുതിയിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴും ഒരു ദിവസം ഇവരുടെ പെർഫോമൻസ് കാണുമ്പം ഒരാൾക്ക് എവിടെയാണ് അയാളുടെ ഒരു സ്ട്രെങ്ത് എവിടെയാണ്, മറ്റേ ആൾക്ക് എങ്ങനെയാണ്, അപ്പോൾ അതനുസരിച്ച് ക്യാരക്ടറിന് പോലും മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, ലൈവാണ്, കണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതിൻ്റെ ഒരു രസം എന്തായിരുന്നു? അത് ചെയ്തു വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. ഇതിനെല്ലാം ചെയ്യാൻ തോന്നിക്കുന്നതെല്ലാം. പിന്നെ ഞാനാണെങ്കിൽ ഇവരുടെ വീഡിയോസൊക്കെ നേരത്തെ കാണുന്നത് മാത്രമല്ല, പിന്നെ എഴുത്തൊക്കെ തുടങ്ങിയ ടൈമിൽ കുറേ കൂടെ കൂടുതൽ ഇന്ന് കാണുമായിരുന്നു. അപ്പം ഇവർ ആൾക്കാരെല്ലാം കൂടുതലും റീലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവരെങ്ങനെയാണ്, എന്തൊക്കെയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും എനിക്ക് ഭയങ്കര വർക്കം തോന്നിയ മൊമെന്റ്സുകളൊക്കെ ഇതിലേക്ക് പിക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവർ ഇതിൽ എങ്ങനെയാണോ ക്യാരക്ടറൈസ് എങ്ങനെയാണോ ബിൽഡ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ നേരത്തെ സ്ക്രിപ്റ്റ് റെഡിയായി കിട്ടാത്തതേ ഒരു ടെൻഷൻ ഉണ്ടാക്കാറുണ്ടോ? ആദ്യം ഫസ്റ്റ് ടൈം ഇൻഡിപെൻഡന്റ് ആവുന്ന സിനിമ കൂടിയാണല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ ടെൻഷൻ തോന്നി. എനിക്ക് ഓൾറെഡി പിന്നെ വിപിൻ ചേട്ടൻ ഞാൻ ആളുടെ കൂടെ 3-4 ജയഹേമലുണ്ടായിരുന്നു. എനിക്ക് ആളുടെ ഒരു പരിപാടികളൊക്കെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആകാം അങ്ങനെ ആകാമെന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും എനിക്ക് അത്ര എന്നെ വലിയ കാര്യമായിട്ട് ബാധിച്ചില്ല. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകുമ്പം അല്ലേ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അടുത്ത് എന്താ വേണ്ടേ എന്നുള്ള ഇതിലങ്ങ് പോകും. അല്ല നമുക്ക് ഒരു ഏകദേശം കഥയെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആകാം, അല്ലെ ഇങ്ങനെയൊക്കെ ആകാം അതിന്റെ പോക്കെന്നുള്ളത്. അപ്പം പിന്നെ ഞാനും ആളുമായിട്ട് ഇരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. എനിക്കപ്പം ആളെ അത്രയും പടം ചെയ്തൊരു ഡയറക്ടറാണല്ലോ. അതെ, അപ്പൊ അത്രയും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ എനിക്കും അത് കുറച്ചുകൂടി ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ അവരുടെ ആളുടെ ഒരു ടീമും പരിപാടികളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എഴുതാനുള്ള കൂടെയുള്ള ആൾക്കാരും നമ്മുടെ ഡയറക്ഷൻ ടീമിലുള്ളവരും എല്ലാ ആൾക്കാരും ഭയങ്കര ഒരു കണക്ഷൻ ഭയങ്കരമായിരുന്നു. ഇപ്പം എനിക്ക് ഇവരോട് 4 പേരോടുള്ള കണക്ഷൻ പോലെ തന്നെ എല്ലാ ടെക്നീഷ്യന്മാരോടും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായി. അത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ. എല്ലാവരും ഭയങ്കര അടിപൊളി ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ എന്തായാലും ഉള്ളത് എൻ്റെ അത് ഞാൻ ആയിട്ട് മാത്രമല്ല. ഇനി തുടർച്ചയായി സിനിമകൾ ഇൻഡിപെൻഡന്റ് ആയി തന്നെ സിനിമകൾ ചെയ്യാനായിരിക്കുമല്ലോ തീരുമാനം അല്ലേ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ഈ ഞാൻ കേട്ടു, അതായത് റിപ്പീറ്റ് ചെയ്യാത്ത, ഇപ്പം ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ക്രൂ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ഫ്രാഞ്ചൈസി ആയിരിക്കും മേ ബി വാഴ 2 അല്ലേ? അതിൽ അഭിനയിച്ചവരല്ല. ഇപ്പം അതിൽ നിങ്ങൾ വന്നു പോകുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ലൈഫാണ്, വേറെ സിനിമയാണ്. ഇനിയിപ്പോൾ വാഴ 3 ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കില്ല, മേ ബി വേറെ ടീമായിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ഫ്രാഞ്ചൈസിയാണ് ഇത്. അതിൻ്റെ ഒരു പുതുമ എന്താ തോന്നിയേ? അത് നല്ലതാണ്. ആൾക്കാർക്കൊരു പുതിയതായിട്ടൊരു കാര്യം ഇങ്ങനെ കണ്ടു ഒരേ ടീം അല്ലാതെ മാറുന്നത് എന്താണ് അത് ചെയ്തു വെച്ചെന്ന് അറിയാനുള്ള ഒരു അതിലുപരി പുതിയ ആൾക്കാർക്ക് പുതിയ അവസരം. അതെ പുതിയ ആൾക്കാർ കാര്യം അത് എടുത്തു പറയാനുള്ള കാര്യമാണ്. ഇപ്പം എത്രയോ ആൾക്കാർ ഇപ്പം നമ്മളിവിടെ എത്തിപ്പെട്ട ഈ ഒരു രീതിയാണെങ്കിലും അല്ലാതെ പല രീതിയിൽ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റിൽ എത്ര ആൾക്കാരെന്ന് പറഞ്ഞാൽ പറയാൻ ഇത്രയും കിലോമീറ്റർ കയറി വന്ന് ഇതിൻ്റെ പിറകെ നിന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ സിനിമ നിങ്ങൾ ചെയ്യുക. ഒരു വഴിയിലൂടെ നമ്മളിവിടെ എത്തി, നിങ്ങളെ വഴി കണ്ടെത്തുക. അതെ, നിങ്ങൾക്ക് ആദ്യമേ അഭിനയിക്കണം എന്ന ഇഷ്ടത്തിൽ തന്നെയാണ് കണ്ടന്റ്സ് ഒക്കെ തുടങ്ങിയത്? അതായത് സിമ്പിളായിട്ട് ആദ്യം നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. അതാണ് പറഞ്ഞത്, നമ്മൾ തമാശയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തതാണ്. പിന്നെ അത് ഓഡിയൻസിലേക്ക് വേറെ രീതിയിൽ എത്തുന്ന അറിഞ്ഞപ്പം പയ്യെ ശ്രദ്ധിച്ച് പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങി. അങ്ങനെ വന്ന മാറ്റമാണ്. പിന്നെ വാഴ ഫസ്റ്റിന് ശേഷം നമ്മൾ കുറച്ചൊരു സിനിമയിലേക്ക് ഉള്ള ഒരു ഇത് പറയടാ. അല്ല അത് അവൻ പറഞ്ഞില്ല. നിങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാട്ടോ. ഒരാൾ പറയുമ്പോ വേറെ ആരും മിണ്ടില്ല. അല്ല അത് ഇപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ആയതാ. ആദ്യ ഇന്റർവ്യൂ അല്ല ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇവന്റെ ഇടയിൽ കയറിയായിരുന്നു ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അച്ഛനെ ഇങ്ങനെ തട്ടും, പിന്നെ മിണ്ടാതില്ല.
കുഴപ്പമില്ല, ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ലിസണിങ് സ്കില്ല് കുറവാണ്. അതെ നമുക്ക് പറയുന്നതിന്റെ ഇടയിൽ ഇപ്പൊ തന്നെ ഉണ്ടല്ലേ പറഞ്ഞിരുന്നത്. ഈ സ്വഭാവം അങ്ങനെ നിങ്ങൾ അടിയുണ്ടാവോ കണ്ടന്റ് ചെയ്യുമ്പോൾ? നമുക്കിടയിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളെ ഈ സ്വഭാവം പുറത്ത് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒതുങ്ങി. പുറത്ത് പ്രശ്നം അറിഞ്ഞോ? അതായത് നമ്മൾ ഒരാൾ സംസാരിക്കും, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് ഭയങ്കര മോശാട്ടോ. ഇത് ക്ലാസ്സിലെ മോശം പിള്ളേർ കാണിക്കുന്നത്. ടീച്ചർ പറയുന്ന കേൾക്കും. ഇവര് സീരിയസ് ആയി സംസാരിക്കുമ്പോ ഇങ്ങനെ രഹസ്യം പറയാം. അത് ഭയങ്കര മോശം. പറഞ്ഞില്ല, പുള്ളി എന്നെ ചിരിച്ചോണ്ടിരിക്കും. അല്ല ഇവര് സത്യം പറഞ്ഞാൽ ഒറ്റ കാര്യങ്ങൾ ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്ക് കിട്ടും, പക്ഷേ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ കിട്ടില്ല. കാര്യം ഇവരൊന്നും പറയുന്നില്ല, വെറുതെ നോക്കുമാന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ അപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്നെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് റെപ്പറ്റീഷൻ ഇല്ലാത്ത അതെ ഒരു ഫ്രാഞ്ചൈസി. അതെ അതാണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് 10 പാട്ടോളം എന്തോ ഉണ്ട് അല്ലേ? വാഴ 1-ലായാലും പാട്ടിന് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. ആൾക്കാരിലേക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ 2-ലേക്ക് വരുമ്പോഴും അത് ശ്രദ്ധിക്കും, കാര്യം ആൾക്കാരെ ശ്രദ്ധിക്കും പാട്ടിന് എത്ര വാല്യൂ ആണ്. അപ്പൊ അത് കണക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഇനി ആൾക്കാർ പറയണം. അതും ഒറ്റ മ്യൂസിക് ഡയറക്ടർ ആണോ അതോ അതും കൂടുതൽ പേരുണ്ട്? അല്ല ഒരുപാട് ആൾക്കാരുണ്ട്. മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയോ 8-9 മ്യൂസീഷ്യന്മാര് തന്നെ 8-9 പേരുണ്ട്. പിന്നെ അഞ്ജുത് എന്ന് പുള്ളിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ആളുടെ ടീമും പരിപാടികളൊക്കെ തന്നെ ഭയങ്കര ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഭയങ്കര പൊതുവമായ ഉള്ളൊരു കാര്യമായിരുന്നു. ഇങ്ങനെ കുറെ അധികം മ്യൂസീഷ്യന്മാരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര നല്ലൊരു പരിപാടിയാണ്. സിനിമയിൽ ഇത്രയും പേര് കൊളാബറേഷൻ അത് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. ഈ ഹേ ബനാന വാഴയുടെ ആത്മാവായിരുന്നു. അപ്പം വേറൊന്നും റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും ഈ സിനിമയിൽ അതുണ്ടോ നമ്മൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം അത് ഇതിന്റെ ഒരു പാർട്ടാണല്ലോ. ഉണ്ടോ? സിനിമയിലൂടെയാണ് അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. കാര്യം ഓഡിയൻസിന് എന്താണോ ഇവരെന്താണ് ചെയ്ത് വെച്ച് അറിയില്ല, എഡിറ്റ് ചെയ്താണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഓഡിയൻസ് കാണാൻ വേണ്ടിയുള്ള രീതിയിൽ അവർ ചിലപ്പോൾ സർപ്രൈസ് ആയിട്ടോ ചിലപ്പോൾ ഇല്ലാതിരിക്കുക, എന്തെന്ന് കറക്റ്റ് അറിയില്ല. സിനിമയിലൂടെ സംസാരിക്കട്ടെ. പിന്നെ വാഴ 1 കണ്ടവർക്കറിയാം പാട്ട് എത്രത്തോളം പ്രാധാന്യമാണ് അത് നൽകിയത്. അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഒരു രസം കൂടെ ഉണ്ട്. അപ്പൊ 2-നും അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടെന്ന്. പിന്നെ ബിജുക്കുട്ടൻ, കുറെ ആക്ടേഴ്സ് ഉണ്ട്. സുധീഷ് അല്ലെ, അജു ഉണ്ട്, അൽഫോൺസ് പുത്രൻ ഉണ്ട്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ ട്രെയിലറിൽ നിങ്ങളുടെ കുറെ ഇമോഷണൽ സാധനം ഞാൻ കണ്ടു. അപ്പൊ ബിജുക്കുട്ടൻ ചേട്ടനൊക്കെ ആയിട്ടും അങ്ങനെ ഒരു കോമ്പിനേഷനെ കുറിച്ച് പറയോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സീനിയേഴ്സ് ആയ ആക്ടേഴ്സ് ആണ്, എക്സ്പീരിയൻസ് അതെ അതെ. നമ്മള് ഇപ്പോ ഒത്തിരി കാലം മുന്നേ തൊട്ടേ സിനിമയെ കാണുന്ന ആളാണ് ബിജുക്കുട്ടൻ ചേട്ടനൊക്കെ. ഞാൻ കൂടെ അഭിനയിക്കും. ഇപ്പോൾ നേരത്തെ അറിയായിരുന്നു, പുള്ളിയെ സെലക്ട് ചെയ്ത കാര്യം ഇങ്ങനെ അറിയായിരുന്നു. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒത്തിരി മുന്നേ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം, എങ്ങനെയാവും എന്നുള്ള കാര്യത്തിലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പുള്ളി നല്ല രീതിയിലാണ് ഡീൽ ചെയ്തത്. ഇപ്പോൾ വന്ന ഉടനെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ചിരിച്ച് ഒരു കംഫർട്ട് ആക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ പിന്നെ ആ ഒരു ഇതൊക്കെ പോയി. അതേ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയാ? വളരെ നന്നായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കും. അതെ, പാട്ടിലുണ്ട്. അതെ അതെ. അതേപോലെ തന്നെ ഇപ്പൊ സുധീഷ് ചേട്ടനായാലും അജിത് ചേട്ടനായാലും അൽഫോൺസ് പുത്രൻ ചേട്ടനായാലും വിജയബാബു ചേട്ടനും അതെ അതെ, നമുക്ക് ആ ഒരു കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇവരെല്ലാം വന്നതും ചെയ്തതും എല്ലാം. ഈ പ്രേമത്തിന്റെ റെഫറൻസേ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ചിരി വരും. അത് അൽഫോൺസ് പുത്രൻ കൂടി പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് കണക്ട് ആവുമല്ലോ. അൽഫോൺസ് പുത്രൻ ഡയറക്ടർ കൂടിയാണ്. അപ്പൊ ആള് സെറ്റിൽ വന്നിട്ട് നിങ്ങൾ ആളുടെ സിനിമക്ക് കണ്ടിട്ട് ഒരുപാട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആയിരിക്കുമല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആള് ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയൊക്കെ സംസാരിച്ച് ആള് കൂടുതലും നമ്മളെ വീഡിയോ പറ്റി സംസാരിച്ചാണ് കേട്ടോ. നമ്മളടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളെ പറ്റി അറിയാൻ വേണ്ടി. അതായത് നമ്മളെ അടുത്ത് ചോദിക്കുന്നത്, പിന്നെ ആള് നമ്മളെ പറ്റി അറിയാൻ വേണ്ടി ഒരുപാട് കാര്യം ചോദിച്ചു. പിന്നെ ആള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കൂടുതൽ സിനിമയെ പറ്റി അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഓരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. ഭയങ്കര ഹാപ്പി. പൊതുവെ ഇപ്പോൾ വാഴയുടെ ഒരു കഥ പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വാഴ ഫ്രാഞ്ചൈസിൽ തന്നെ പെടുത്താം ജയ്ഹേം. അതും സ്ത്രീകളുടെ ഒരു ബയോപിക് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്കൊരു 1 ലൈനിലൊരു കഥ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് വാഴയിലേക്ക് വരുമ്പോൾ പലരും അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് റീല് കാണുന്ന പോലെയല്ലേ എന്ന്. പക്ഷെ അത് ഇപ്പോൾ അച്ഛന്മാരുടെ പേരൻസിൻ്റെ കഥാപാത്രത്തിലേക്ക് വരുമ്പം അതൊരു വിഭാഗത്തെ ഭയങ്കരമായി കണക്ട് ചെയ്തു, നിങ്ങളെ കുറേ പേർക്ക് കണക്ട് ചെയ്തു. അങ്ങനെ റീല് കാണുന്ന പോലെ ആൾക്കാർ പറയുമ്പോഴും അതിന് ഇമോഷൻസ് ഭയങ്കരമായിട്ട് വർക്ക് ആയതാണ്. അപ്പം ഇതിലും ഇങ്ങനെ ഭയങ്കര പേസിൽ പോകുന്ന ഇങ്ങനെ റീൽ മൊമെന്റ്സ്, പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള മൊമെന്റ്സ്, അങ്ങനെ തന്നെ ആ ഒരു നേച്ചറാണോ സിനിമയ്ക്ക്? അതെ, അതായത് വാഴ 1-ൽ കണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വാഴ 1-ൽ എന്തായിരുന്നോ അതിന്റെ വേറൊരു സാധനമാണ് ഇത്. അതായത് അതല്ലെന്നും പറയാൻ പറ്റില്ല, ആണെന്നും പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അത് ഈ വാഴ 2 കണ്ടാലേ അത് നമുക്ക് ക്ലിയർ ആവും. ആ രീതിയിലാണ്. അതായത് ഇപ്പം അത് എടുത്തു വെച്ചതെന്ന് വെച്ചാൽ
ഒരുവിധം നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ ജീവിതം അത് ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ആവും, ചിലപ്പോൾ നമ്മൾ കാണുന്ന ചില ആൾക്കാരുടെ ജീവിതമായിട്ട് റിലേറ്റ് ആവും. പരിചയമുള്ളവരൊക്കെ അതെ അതെ. ഉണ്ടാവാം. അപ്പൊ ആ സിനിമ അത്രയും എന്താണ് റിഫ്ലക്ട് ചെയ്യും, സ്വാധീനിക്കും. അതെ, സ്വാധീനിക്കും. അതെ, അത് രീതിയിൽ സെറ്റ് ആവും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഏത് രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇത് കറക്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓഡിയൻസ് ആണ് അത്. അവർക്ക് കണക്ട് അതെ അതെ, ആവാൻ അവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നു. അത് എത്രത്തോളം അത് ആവുന്ന അവർ കറക്റ്റ് പറയണം. നമ്മൾ പറയുന്ന ആയിരിക്കില്ല ചിലപ്പോൾ അവരെങ്ങനെയാ, ചിലപ്പം അതിന്റെ അപ്പുറം ആവാം. എങ്ങനെയാണെങ്കിലും അത് ഓഡിയൻസ് പറയണം. നമ്മളത് അത്രയും ഗുഡ് ആവും എന്നുള്ള രീതിയിലാണ്. ദേവരാഗം ഉണ്ടല്ലോ ഇതില്, അതെ ആള് വേറെ തരം കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സൗഹൃദം എങ്ങനെ അജിൻ പറഞ്ഞു? എൻ്റെ ചേട്ടനായിട്ടാണ് ദേവരാജ് ഇതിൽ അഭിനയിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ചായ ഉണ്ട് കേട്ടോ. ശരിയാ. അപ്പം അവനുമായിട്ട് ഞാൻ മുന്നേ, അതായത് ആൾക്ക് ഞാൻ മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോസ് അടിപൊളിയാണ് എന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യുറേക്ക സ്റ്റോറീസ്. അപ്പം ആള് വന്നപ്പം ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു കുറച്ചുകൂടെ, കാരണം അത്ര ഫ്രീ ആയിട്ട്. പിന്നെ അവൻ അതായത് ഭയങ്കര ടൈമിംഗ് ഉള്ളൊരു ആക്ടറാണ്. അതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അത് സ്പോട്ടിൽ തിരിച്ച് പറയും. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് അവനുമായിട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് നിങ്ങളിലൊക്കെ ഒരു ഈ ഇപ്പൊ എനിക്ക് തോന്നുന്നു വാഴയിൽ നിങ്ങളെ കാണിക്കുന്നു, പിന്നെ നിങ്ങളുടെ സ്കൂൾ ലൈഫിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഈ സിനിമയിലേക്ക് വരുമ്പോൾ അല്ലേ? എന്നിട്ട് പിന്നെ അല്ലേ ആ ഒരു ജേണിയാണോ ഊഹിക്കുന്നു? അതിന്റെ ഓർഡർ ആണോ? അതും പടത്തിന്റെ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഷെയ്ഡ് മാറുന്ന പോലെ ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മളിപ്പോ ഒരു ട്രെയിലർ ആയാലും ഇപ്പം മ്യൂസിക് ആയാലും അത് പീപ്പിൾസ് കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇത് കണ്ടിട്ട് ഏതാണ്, അത് അവരാണ് അത് പറയുന്നത്. അവരുടെ ഇടയിൽ ചർച്ച ഉണ്ടാവണം. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ചർച്ച ഉണ്ടാവില്ല. അത് കറക്റ്റ് എന്താണെന്ന് ആ ഓഡിയൻസ്, അതാണ്. അതെ അതെ അതെ. ഇന്റർവ്യൂ തന്നെ നമ്മൾ എന്തുകൊണ്ട് പറയാതിരിക്കുന്നതല്ല, അത് ഓഡിയൻസ് ആണ് അത് സംസാരിക്കുക. ഓരോ സ്റ്റെപ്പായിട്ട് അത് അവർക്ക് വിട്ടുകൊടുത്തേക്കാം. അവരെ കണ്ടിട്ട് അവർ പറയട്ടെ. ഈ വാഴ 1 വേറൊരു ഏരിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പേരൻസിന്റെ ഒരു ഏരിയ ആയിരുന്നു. അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വാഴ 2 വരുമ്പം അത് റെപ്പിറ്റേഷൻ ഉണ്ടാവണം എന്നില്ല. അതോ പേരൻസ് ആണോ അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗമായിരിക്കാം, ആ രീതിയിലേക്കും കൂടി ഒരു സീരിയസ് വശം പോകുന്നുണ്ട്. ഇതില് ബ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പടത്തില്. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ലൈഫിലേക്ക് എല്ലാവരും വന്നു പോകുന്നുണ്ട്. അതാണ് മെയിൻ. അതിപ്പോ നമ്മളെ പാട്ടിറങ്ങിയിൽ തന്നെ മനസ്സിലാവാം സഹോദരങ്ങൾ തമ്മിലുള്ള. അതിലൂടെ പലരെയും ജീവിതം ബന്ധപ്പെടാം. അച്ഛന്മാരെ വരാം, അമ്മമാരെ വരാം, അതായത് എങ്ങനെ വേണമെങ്കിലും വരാം. അതാ സ്കൂള് പോലെ ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. നിങ്ങളുടെ ഈ സ്കൂൾ ഷൂട്ട് ചെയ്യുന്നതേ ഒരു വലിയ ക്രൗഡ് ഉണ്ട് ഇതിനകത്ത്, സ്കൂളിലെ കുട്ടികളുണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിയ ക്രൗഡിനെ ഷൂട്ട് ചെയ്യാന്നുള്ള എന്നും ഒരു തലവേദനയാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. ജൂനിയേഴ്സായിട്ടൊക്കെ വന്ന ആളുകളൊക്കെ തന്നെയാണെങ്കിലും എല്ലാം ചെറിയ പിള്ളേരാണ്. ഏകദേശം 10-20-25 വയസ്സിലകത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് കൂടുതൽ വന്നേക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപാട് ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കും. ഇപ്പം ജൂനിയേഴ്സായിട്ട് വരുന്നത് മാത്രമല്ലല്ലോ, അങ്ങനെ പൈസ മാത്രം നോക്കി വരുന്നത്. എല്ലാവർക്കും സിനിമയിൽ എങ്ങനെയൊക്കെ എത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കൂടുതൽ ആൾക്കാരായിരുന്നു വന്നത്. അപ്പം ശരിക്കും ഇവരത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു 50% അവരും നമുക്ക് വേണ്ടി. കാരണം പുറത്താൽ കൂടുതൽ അങ്ങനെ ഫൈറ്റ് പരിപാടി, സ്കൂൾ അങ്ങനെ ഇങ്ങനെ ബഹളം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് പിള്ളേർക്ക് അതേപോലെ തന്നെ അവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരിൽ എത്ര ആൾക്കാർ മുഖം സ്ക്രീൻ കാണുമെന്നൊന്നും അറിയില്ല. അതുപോലെ അവരെ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഡയറക്ഷൻ ടീം അവരുടെ ഒരു കോർഡിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അവരത് ഡീൽ ചെയ്തേക്കുന്നതൊക്കെ ഭയങ്കര നൈസായിട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കങ്ങനെ അത് അത്ര വലിയ ഭാരപ്പെട്ട കേസായിട്ട് തോന്നിയില്ല. ഷൂട്ടിൻ്റെ തുടക്ക ദിവസം മുതലേ അങ്ങനെ ഒരു ക്രൗഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ആദ്യത്തെ ദിവസം മുതലേ അങ്ങനെ ആയതുകൊണ്ട് നമ്മളതിൽ തന്നെ ഇന്നായിരുന്നു. അത് അങ്ങനെ അത്ര വലിയ സീനായിട്ട് തോന്നിയില്ല. സ്കൂളൊക്കെ നാട്ടിൽ ഇവിടെ തന്നെ കൊച്ചിയൊക്കെ തന്നെയാണ് അല്ലേ? ഇവിടെ ആലുവ. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ കൂടി ഉണ്ടല്ലോ. നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ സർക്കിളാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ഒരു ക്രൗഡിന് മുമ്പിലാണ് നിങ്ങൾ സിനിമ അഭിനയിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് ഒരു മാറ്റം തോന്നിയത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷനുള്ള കാര്യം അഭിനയിക്കുന്നോണ്ടാണ്. അഭിനയമായിട്ട് പിന്നെ അഭിനയിക്കുന്നോണ്ട് കുഴപ്പമില്ല, നമ്മളല്ലല്ലോ അഭിനയിക്കുക. ഓക്കെ. ആക്ഷൻ കട്ട് അതിൽ. അതെ അതെ. അത് പിന്നെ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ അല്ലാതെ മറ്റേത് ഇന്ന ഇതായിട്ടൊക്കെ കാണിക്കാൻ പറയുമ്പോൾ പിന്നെ നമ്മൾ അഭിനയിച്ചു പോണേ. പിന്നെ എത്രയെന്ന് പറഞ്ഞാലും ഒരു ഇത് വരും, അത് സത്യമാണ്. ഇത്രയും പേര് നോക്കുന്നുണ്ട്. അതെ അതെ. അത് ക്ലിയർ ചെയ്ത് അത് നമ്മള് അങ്ങനെ പൊതുവെ തോന്നാറില്ല അല്ലേ? അതാണ്. ഉറക്കം വരുന്നുണ്ടോ?
നിങ്ങളുടെ കൂട്ടത്തിലേ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി മൂവ് ഓൺ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടാർക്കാം? അത് വളഞ്ഞ വഴിയാ, നീ മനസ്സിലായി. അത് പറ. പക്ഷെ ആ കണ്ടന്റ് നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. ആർക്കാ? അലിൻ പറ. പറ. ഞാൻ ആണോ? പ്രശ്നം തീർന്നില്ലേ, ഞാനേ പറഞ്ഞുള്ളത് വരില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണോ? അല്ലല്ല, അങ്ങനെ ഞാനായിരിക്കും. അതിന് ഞാൻ കുറച്ച് ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാനായിരിക്കും. ആ കണ്ടന്റ് ഐഡിയ അലിനായിരുന്നോ? ഏത് കണ്ടന്റ്? നീ എന്തറിഞ്ഞിട്ടാ ഇരിക്കുന്നത്? പയ്യനൊന്നും ഉറങ്ങിപ്പോയാണ്. ഏത് കണ്ടന്റ്? ബോറടിക്കുന്നുണ്ടോ? ഏത് കണ്ടന്റ്? ഏത് കണ്ടന്റ് ഇപ്പൊ ഞാൻ ചോദിച്ചത്? ഏത് കണ്ടന്റാ? അത് നമ്മളെ മറ്റേ എനിക്കും അറിയത്തില്ല ഇത്. അല്ലല്ല, മറ്റേ നമ്മളാ ലാസ്റ്റ് ഇട്ടത്. നിങ്ങളുടെ മൂവ് ഓൺ കണ്ടന്റ്. അതെ അതെ, അത് രണ്ടെണ്ണം ഉണ്ട്. ഗിറ്റാർ അത് തന്നെ മെയ് മനസ്സിലായി. ലാസ്റ്റ് ഇട്ട എന്റെ തലയെ കെട്ടാക്കി. അതെ. ഓക്കെ, ലീവ് ഇറ്റ്. അത് അവിടെ കഴിഞ്ഞു. അത് ശരിക്കും വിനായകന്റെ റിയൽ ലൈഫാണ്. ആണോ? ആണോ? അങ്ങനെയല്ല, അദ്ദേഹം വെറുതെ ആയിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ. അതെ, നമ്മള് ഇപ്പൊ ആരായാലും അല്ലല്ല ഒരിക്കലും എങ്ങനെയാണെന്ന് കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ അത്രയും സ്നേഹിച്ച ആള് വിട്ടുപോകണമെങ്കിൽ എന്തായാലും വിഷമമായി പോകും. അതെ അതെ, അതെ, പിന്നെ അതിൽ നിന്ന് തിരിച്ചൊരു വഴക്കം വരുമല്ലേ? അതൊരു വേറെ ആയിരിക്കും. എങ്ങനെയാ വരാം, അത് ആരും അറിയത്തുമില്ല. അങ്ങനെ വന്നങ്ങ് പോകും. ഇപ്പോഴും നിങ്ങൾ മൈക്കൊന്നും വെക്കാതെ അലറി സംസാരിച്ചിട്ടൊക്കെയാണോ? അത് എങ്ങനെയാന്ന് വെച്ചാൽ അത് മൈക്കിലൂടെ നമ്മളെ ശബ്ദം ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. പക്ഷെ അതും സാഹചര്യം അനുസരിച്ച് നമ്മൾ മൈക്ക് വയ്ക്കും. ചില ആഡിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈക്ക് വേണം, അങ്ങനെയൊക്കെ. പിന്നെ കൂടുതലും നമ്മൾ ആ വോയിസ് ആണ് ആൾക്കാരിലേക്ക്, അതുകൊണ്ട് നമ്മൾ ആ രീതിയിലും അങ്ങനെ ചെയ്യുന്നതാണ്. അതെ. പിന്നെ ശബ്ദം കുറഞ്ഞ സ്ഥലത്തൊക്കെ നിൽക്കുന്നത് കുഴപ്പമില്ല. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും. അതെ, നമ്മൾ ഇച്ചിരി ഗ്രാമപ്രദേശം വർക്കലെ ഉള്ളിലേക്കൊക്കെ പോയാ അല്ലേ? കുഴപ്പമില്ല. എന്നാലും അത്ര ക്രൗഡിന്റെ തിരക്കും വണ്ടികളും ബഹളം ഇല്ലാത്ത ഒരുപാട് സ്ഥലം നമുക്കറിയാം. നമ്മൾ അവിടെ ബഹളം ഇല്ലെന്നല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാറിപ്പോയി വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കും. ഈ കൊളാബ്സ് ചെയ്യുമ്പോഴേ നിങ്ങൾ തന്നെയാണ് ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അല്ലല്ല, നമ്മൾ തന്നെ. അതാണല്ലോ അവർക്ക്. അല്ല, അവരായിട്ട് ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടം, അങ്ങനെയാണോ ചെയ്യാതെ? അല്ല, അതും എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊരു ഇത് പറയും, അവർ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കും. പിന്നെ അവരുടെ രീതിയിൽ അവരും കൂടെ സജഷൻ വയ്ക്കും. ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും, അവരുടേതായ മാത്രമായിട്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ വാഴാറ്റൂരിലെ എല്ലാ ആശംസകളും. താങ്ക് യു. വിപിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ അവർ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ ഇമോഷണൽ സീൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്ന് പലരും കരയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഓഡിയൻസിലേക്ക് അത് വലിയ രീതിയിൽ കണക്ട് ആവട്ടെ, സിനിമ വലിയ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. നിങ്ങളെ രണ്ടുപേരും പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. താങ്ക് യു.